Find the remainder when 16 raised to 53 is divided by 7. ഓക്കെ, സോ 16 raised to 53നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് 16 raised to 53 കോൺഗ്രുവൻറ്റ് മോഡുലോ 7 ആവുന്ന വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് 16 raised to 53 കോൺഗ്രുവൻറ്റ് ടു ഡാഷ് മോഡ് 7 ആണെങ്കിൽ ഈ ഡാഷ് ഇവിടെ വരുന്ന വാല്യൂ ഏതാണെന്ന് കണ്ടാൽ മതി. അതായിരിക്കും 16 raised to 53നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇതിൽ ബേസ് ആയിട്ട് വരുന്ന 16നെ കൺസിഡർ ചെയ്തു. 16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 7 അല്ലേ, കാരണം 16 മൈനസ് 2 എന്താണ് 14 ആണ്, ആൻഡ് 7 ഡിവൈഡ്സ് 14. സോ 16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 7. ഓക്കെ, സോ 16 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 7 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 16 raised to 53 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 raised to 53 മോഡ് 7. നമുക്കറിയാം A കോൺഗ്രുവൻറ്റ് ടു B മോഡ് M ആണെങ്കിൽ A raised to n ഈസ് കോൺഗ്രുവൻറ്റ് ടു B raised to n മോഡ് M എന്നെഴുതാം. ഓക്കെ, അതിൻ്റെ ഏത് പവർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പവേഴ്സും എന്താണ് ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യും. സോ 16 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 7 ആയതുകൊണ്ട് 16 raised to 53 എന്താവും? 2 raised to 53 മോഡ് 7 ആവും. ഓക്കെ, ഇതിവിടെ വെക്കുക. ഈ ഒരു കോൺഗ്രുവൻസ് അവിടെ ഇരിക്കട്ടെ. ഇനി 2 ക്യൂബ് എന്താണ്? 8 ആണല്ലേ. സോ 2 ക്യൂബ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 എന്നെഴുതാം. എഴുതിക്കൂടെ? 2 ക്യൂബ് എന്താണ്? 8 ആണ്. 8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 ആണ്. 8 മൈനസ് 1 നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. 7 ഡിവൈഡ് 7. സോ 2 ക്യൂബ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7. ഇനി ഈ രണ്ട് കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ 2 raised to 53 എന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു 2 raised to 3 into 17 plus 2. 53നെ നമുക്ക് എങ്ങനെ എഴുതാം? 53 ഈക്വൽ ടു 3 into 17 plus 2 ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ 2 raised to 53നെ എങ്ങനെ എഴുതാം? 2 raised to 3 into 17 plus 2. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്താം? 2 raised to 3 into 17 plus 2നെ 2 raised to 3 into 17 ഇൻറ്റു 2 സ്ക്വയർ എന്ന ഫോമുല എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അല്ല 2 raised to 3 into 17നെ 2 raised to 3 2 ക്യൂബ് ഹോൾ raised to 17 എന്നെഴുതി ഇൻറ്റു 2 സ്ക്വയർ. ഇനി 2 raised to 3 2 ക്യൂബ് അല്ലെങ്കിൽ 2 ക്യൂബ് എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 ആണ്. സോ നമ്മൾ ഈ 2 raised to 53 മോഡ് 7 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? സോ 2 raised to 53 ഈക്വൽ ടു ഈ ഫോമിൽ എഴുതി. ഇനി 2 raised to 53 മോഡ് 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അത് ഈക്വൽ ടു ഇതായതുകൊണ്ട് ഇത് മോഡ് 7 എന്താണെന്ന് കണ്ടാൽ മതി. സോ 2 ക്യൂബ് raised to 17 ആണ്. 2 ക്യൂബ് എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 ആണ്. സോ 2 ക്യൂബിന് പകരം നമുക്ക് മോഡ് 7-ലായതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. 1 raised to 17 ഇൻറ്റു 2 സ്ക്വയർ മോഡ് 7. 2 സ്ക്വയർ എന്താണ്? 4 ആണ് അല്ലേ. 2 സ്ക്വയർ ഈസ് 4. സോ 1 raised to 17 എന്താണ്? 1 ആണ്. സോ 1 ഇൻറ്റു 4 ദാറ്റ് ഈസ് 4 മോഡ് 7. സോ 2 raised to 53 എന്താണ്? 4 മോഡ് 7 ആണ്. നമുക്കറിയാം നമുക്കിവിടെ ഒരു കോൺഗ്രുവൻസ് കിട്ടിയിട്ടുണ്ട്. 16 raised to 53 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 2 raised to 53 മോഡ് 7 ആണ്. ആൻഡ് 2 raised to 53 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 7 ആണ്. സോ A കോൺഗ്രുവൻറ്റ് ടു B മോഡ് M ആൻഡ് B കോൺഗ്രുവൻറ്റ് ടു C മോഡ് M ആണെങ്കിൽ നമുക്ക് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എന്ത് പറയാം? A കോൺഗ്രുവൻറ്റ് ടു C മോഡ് M എന്ന് പറയാം. സോ 16 raised to 53 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 7. നമ്മൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. സോ 16 raised to ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 16 raised to 53നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് ഇവിടെയുള്ള 4. സോ 16 raised to 53നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്താണ്? ഇറ്റ് ഈസ് 4. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 3 raised to 247 ഈസ് ഡിവൈഡഡ് ബൈ 17. നേരത്തെ പോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? 3 raised to 247നെ നമ്മൾ 17 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോഴുള്ള റിമൈൻഡർ എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് 3 raised to 247 കോൺഗ്രുവൻറ്റ് ടു ഡാഷ് മോഡ് 17. ഈ വാല്യൂ എന്താണെന്നാണ് കാണേണ്ടത്. അതായിരിക്കും എന്ത് വരിക? അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരിക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ 3 raised to 247 അല്ല, അപ്പോൾ അതിനൊന്ന് ചെറുതാക്കണം. 3 ക്യൂബ് എന്താണ്? 27 ആണ്. ആൻഡ് 27 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 17 ആണ് അല്ലേ. 27 മൈനസ് 10 20 കിട്ടും. 27 മൈനസ് 10 എന്താണ്? 17 ആണ്. ആൻഡ് 17 ഡിവൈഡ്സ് 17 അല്ലേ. സോ 27 ഈസ് കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 17. സോ 3 ക്യൂബ് എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 17 ആണ്. സോ 3 raised to 6 അപ്പോൾ എന്താവും? കോൺഗ്രുവൻറ്റ് ടു
100 മോഡ് 17 അല്ലേ. ഇവിടെ 3 ക്യൂബ് ആയിരുന്നു. 3 ക്യൂബ് കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 17 ആയിരുന്നു. രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ ചെയ്തു. സോ 3 ക്യൂബ് ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 3⁻6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 10 സ്ക്വയർ, അതായത് 100 മോഡ് 17. ഇതെന്ത് വെച്ചിട്ടാണ്? എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു ബി സ്ക്വയർ മോഡ് എം ആയിരിക്കും. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ 3⁻6 എന്താണെന്ന് കിട്ടി? കോൺഗ്രുവൻറ്റ് ടു 100 മോഡ് 17. ഇനി 100നെ നമുക്ക് ചെറുതാക്കാം അല്ലേ. 100 മോഡ് 17 നമുക്ക് 100നെ വീണ്ടും ചെറുതാക്കാം. സോ 100നെ നമ്മൾ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മോഡ് 17ൽ 100ൻ്റെ വാല്യൂ അതാണ് കാണേണ്ടത് അല്ലേ. അതായത് 100നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 15 കിട്ടും. ദാറ്റ് ഈസ് 3⁻6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 15 മോഡ് 17 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ 15നെ നമുക്ക് എന്തെഴുതാം? -2 എന്നെഴുതാം. 15 എന്താണ്? മോഡ് 17ൽ 15 നമുക്ക് -2 എന്നെഴുതാം. അതായത് 15 - 2, 15 - 17, 15 - 17 എന്താണ്? -2. സോ 3⁻6 കോൺഗ്രുവൻസ് ടു 15 മോഡ് 17 ആണ്. അതിന് പകരം നമുക്ക് എന്തെഴുതാം? -2, 3⁻6 കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 17 എന്നെഴുതാം. ഓക്കെ, 15ന് പകരം -2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 15 - 17, അതാണ് -2. അങ്ങനെ എഴുതാം. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 3⁻6 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 17. ഓക്കെ, സോ ഈ ഇതിൻ്റെ നമ്മൾ എന്താണ്? raised to 4 കാണാണ്. നമുക്കറിയാം എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ a⁻n കോൺഗ്രുവൻറ്റ് ടു b⁻n മോഡ് എം ആയിരിക്കും. സോ ഇവിടെ നമ്മൾ n4 ആയിട്ട് എടുക്കുകയാണ്. സോ 3⁻6 all⁻4 എന്താവും? കോൺഗ്രുവൻറ്റ് ടു -2⁻4 മോഡ് 17 ആവും. സോ 3⁻6 all⁻4 ദാറ്റ് ഈസ് 3⁻24. ഇറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു -2⁻4. -2⁻4 എന്താണ്? 16 മോഡ് 17. ഇനി നമ്മൾ നേരത്തെ 15 എഴുതിയ പോലെ തന്നെ 16 മോഡ് 17നെ നമുക്ക് എങ്ങനെ എഴുതാം? 16 - 17 ദാറ്റ് ഈസ് -1. സോ 16 മോഡ് 17നെ നമുക്ക് -1 എന്ന് എഴുതാം മോഡ് 17ൽ. സോ 3⁻24 കോൺഗ്രുവൻറ്റ് ടു 16 മോഡ് 17നെ മാറ്റിയിട്ട് 3⁻24 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 17 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് എന്താണ്? 3⁻247നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ, അതായത് 3⁻247 കോൺഗ്രുവൻറ്റ് ടു മോഡ് 17ൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് 3⁻247. സോ 3⁻247 നമുക്ക് എങ്ങനെ എഴുതാം? 3⁻24 × 10 + 7 അല്ല, 24 × 10 240 + 7 ദാറ്റ് ഈസ് 247. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതാം. ഇനി ഇതിനെങ്ങനെ എഴുതാം? 3⁻24 whole⁻10 × 3⁻7 എന്ന് എഴുതാം. ഓക്കെ, സോ 3⁻247 മോഡ് 17 ഇതാണ് നമുക്ക് കാണേണ്ടത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ 3⁻247 നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് ഈക്വൽ ടു 3⁻24 whole⁻10 × 3⁻7 മോഡ് 17 എന്നതാണ്. ഇനി 3⁻24 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 17 ആണ്. 3⁻24 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 17 ആണ്. സോ ഇവിടെ 3⁻24 whole⁻10 മോഡ് 17 ആണ്. അപ്പോൾ ഇവിടെ 3⁻24ന് നമുക്ക് മോഡ് 17ൽ എന്ത് വാല്യൂ കൊടുക്കാം? -1 എന്ന് കൊടുക്കാം. സോ -1 ഇനി എന്തുണ്ട്? raised to 10 ഉണ്ട്. -1 × 10 × 3⁻7 അങ്ങനെ തന്നെ എഴുതി. 3⁻7 മോഡ് 17. ഇനി -1 എന്താണ്? 1 ആണ് അല്ലേ. സോ ഇതെന്താവും? 3⁻7 മോഡ് 17. സോ 3⁻247 മോഡ് 17 എന്തായി? ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3⁻7 മോഡ് 17. ഓക്കെ, ഇത് ഇപ്പോഴും എന്താണ്? ഒരു വലിയ വാല്യൂ ആണ് അല്ലേ. 3⁻7 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു വലിയ വാല്യൂ ആണ്. സോ അതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കണം. നമുക്ക് കിട്ടിയത് 3⁻247 മോഡ് 17ൽ അതിൻ്റെ വാല്യൂ എന്താണ്? 3⁻7 അല്ല, 3⁻7 മോഡ് 17 ആണ്. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3⁻7 മോഡ് 17 ആണ്. ആൻഡ് 3⁻7 നമുക്ക് എങ്ങനെ എഴുതാം? 3⁻6 × 3 മോഡ് 17 എന്നെഴുതാം. നമ്മൾ നേരത്തെ കണ്ടു 3⁻6 കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 17 ആണ്. സോ ഇവിടെ 3⁻6 മോഡ് 17ൽ നമുക്ക് -2 കൊടുക്കാം. -2 ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. -2 × 3 മോഡ് 17 എന്നെഴുതാം. ദാറ്റ് ഈസ് -6 മോഡ് 17. സോ -6 മോഡ് 17 എന്ന് പറഞ്ഞാൽ എന്താണ്? 17 - 6 ദാറ്റ് ഈസ് 11 മോഡ് 16. -6 ആണ്. അപ്പോൾ ഈ മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 17 + -6 ദാറ്റ് ഈസ് 17 - 6 വരും. 11 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 11 മോഡ് 17. ഓക്കെ, സോ 3⁻247 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 11 മോഡ് 17 ആണ്. സോ 3⁻247നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എന്താണ്? 11 ആണ്. ഓക്കെ,
Next question, find the last digit in the decimal value of 1997 raised to 1998 raised to 1999. ഓക്കെ, എങ്ങനെയാണ് കിടക്കുന്നത്? 1997 raised to 1998 raised to 1999. ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ n ഈക്വൽ ടു നമ്മളെ നമ്പർ 1997 റേസ് ടു 1998 റേസ് ടു 1999, അതിന് നമ്മൾ n ക്യാപിറ്റൽ n ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ലാസ്റ്റ് ഡിജിറ്റ്, ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n ആണെങ്കിൽ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, ആ റിമൈൻഡർ ആയിരിക്കും അതിൽ ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് കാണേണ്ടത്. അതായത് ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്നാണ് കാണുന്നത്. ദാറ്റ് ഈസ് n കോൺഗ്രുവൻറ്റ് ടു ഡാഷ് മോഡ് 10. ഓക്കെ, n കോൺഗ്രുവൻറ്റ് ടു മോഡ് 10. എന്നിൻ്റെ വാല്യൂ എന്താണ്? മോഡ് 10 എന്ന് കാണാം. n കോൺഗ്രുവൻറ്റ് ടു എന്താണ്? മോഡ് 10 എന്നാണ് ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ബേസിൽ വരുന്ന നമ്പർ വെച്ചിട്ടാണ്. 1997 നോക്കൂ, 1997 എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 ആണ് അല്ലേ? 1997 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10. അതായത് 1997 മൈനസ് 7 ചെയ്തിട്ടുണ്ടെങ്കിൽ 1990 കിട്ടും. ആൻഡ് 10 ഡിവൈഡ്സ് 1990. ഓക്കെ, സോ 1997 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10. ഇനി അപ്പോൾ 1997 പകരം നമുക്ക് ഇനി 7 എന്ന നമ്പർ കൺസിഡർ ചെയ്യാം. കാരണം 1997 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 ആണ്. ഇനി 7 കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 7 റേസ് ടു 1, അതായത് 7 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 ആണ്. 7 സ്ക്വയർ എന്താണ്? 49 ആണ്. ആൻഡ് 49 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്? 9 മോഡ് 10 ആണ്. 7 ക്യൂബ് എന്താണ്? 343 ആണ്. സോ 343 മോഡ് 10 343ൻ്റെ വാല്യൂ ഉണ്ടാവും 3 അല്ലേ? 343നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ദാറ്റ് ഈസ് 3. സോ 7 ക്യൂബ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 10. 7 റേസ് ടു 4 2401 ആണ്. സോ 2401ൻ്റെ വാല്യൂ മോഡ് 10 എന്താവും? അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ദാറ്റ് ഈസ് 2401ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1. ഇനി 7 റേസ് ടു 5 16807 ഈ നമ്പറാണ് കിട്ടുക. അതിൻ്റെ വാല്യൂ മോഡ് 10 എന്താണ്? അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 വരും. 7 റേസ് ടു 6 117649 ആണ്. അതിൻ്റെ വാല്യൂ മോഡ് 10 9 വരും. 7 റേസ് ടു 7 ഈ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ മോഡ് 10 എടുത്താൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഇത് ശ്രദ്ധിച്ച് നോക്കൂ. 7 ഇത് ശ്രദ്ധിച്ചിട്ട് ഈ കോൺഗ്രുവൻസുകൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. 7 റേസ് ടു 1 കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 ആണ്. 7 സ്ക്വയർ ആകുമ്പോൾ 9, 7 ക്യൂബ് ആകുമ്പോൾ 3, 7 റേസ് ടു 4 ആകുമ്പോൾ 1. അടുത്തത് വീണ്ടും റിപ്പീറ്റാണ്. 7 റേസ് ടു 5 ആകുമ്പോൾ 7 വന്നു. 7 റേസ് ടു 6 ആകുമ്പോൾ 9, 7 റേസ് ടു 7 ആകുമ്പോൾ 3, ഇനി 7 റേസ് ടു 8 ആകുമ്പോൾ എന്ത് വരും? 1 വരും. സോ ഈ നമ്പേഴ്സ് 7, 9, 3, 1 ഇതൊരു ഓർഡറിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 7ൻ്റെ പവർ കൂടുന്നതിനനുസരിച്ച് 1 2 3 4 5 6 7 അങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് ഒരു റൂള് വെച്ചിട്ട് എന്താണ്? ഒരു പാറ്റേൺ വെച്ചിട്ട് ഈ നമ്പേഴ്സ് 7, 9, 3, 1 ഇതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ജനറൽ ആയിട്ട് ഇതിനെങ്ങനെ എഴുതാം? അതായത് 7 റേസ് ടു എ. ഓക്കെ, ഇതിന് 1 2 3 4 5 6 7 8 9 അങ്ങനെ ഏതൊരു ഇൻറ്റീജറോ ആവാം എ. സോ 7 റേസ് ടു എ ഇറ്റ് ഈസ് എയ്തർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 10. ഒന്നെങ്കിൽ 1 മോഡ് 10 ആണ്, അല്ലെങ്കിൽ 7 മോഡ് 10 ആണ്, അല്ലെങ്കിൽ 9 മോഡ് 10 ആണ്, അല്ലെങ്കിൽ 3 മോഡ് 10 ആണ്. ഇതിലേതെങ്കിലും ഒന്നാണ് മോഡ് 10 7 റേസ് ടു എ. 7 റേസ് ടു ഏതൊരു പവർ എടുത്തിട്ടുണ്ടെങ്കിലും ഈ 4 വാല്യൂസാണ് മോഡ് 10 അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇനി 1 വരുന്നത് എപ്പോഴൊക്കെയാണ്? 1 വരുന്ന കേസ് എപ്പോഴാണ്? 7 റേസ് ടു 4 ആകുമ്പോൾ 1 ആണ്. ഇനി ഇവിടെ 7 റേസ് ടു 5 1 ഇല്ല, 7 റേസ് ടു 6 ഇല്ല, 7 റേസ് ടു 7 7 റേസ് ടു 8 ആകുമ്പോൾ വീണ്ടും 1 വരും. സോ 7 റേസ് ടു എ എന്ന് പറയുന്നത്
4 ആകുമ്പോൾ വരുന്നുണ്ട്. എ ഈക്വൽ ടു 8 ആകുമ്പോഴും എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത്. 7 റേസ് ടു എ എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 mod 10. അതായത് ഇവിടെ എ എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ. സോ എ കോൺഗ്രുവൻറ്റ് ടു നമുക്ക് എന്തെഴുതാം? 0 mod 4. എ എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. സോ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 4. സോ 7 റേസ് ടു എ 1 mod 10. mod 10ൽ 7 റേസ് ടു എൻ്റെ വാല്യൂ 1 ആവണമെങ്കിൽ എ എന്താവണം? ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 4. ദാറ്റ് ഈസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 4. ഇനി 7 റേസ് ടു എ കോൺഗ്രുവൻറ്റ് ടു 7 mod 10. അതെപ്പോഴാണ് 7 കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആവുന്നത്? എപ്പോഴാണ് 7 ആവുന്നത്? 7 റേസ് ടു 1 ആകുമ്പോൾ 7 mod 10 ആണ്. 7 റേസ് ടു 5 ആവുമ്പോഴും 7 mod 10 ആണ്. അതായത് എ ഈക്വൽ ടു 1 5 എക്സെട്ര. ഈ കേസുകളിൽ എന്താണ്? 7 റേസ് ടു എ കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആണ്. സോ ഇവിടെ എ എന്താണ്? നമ്മൾ മോഡ് 4ൽ കൺസിഡർ ചെയ്യുകയാണ്. മോഡ് 4ൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? 1 ആണ് അല്ലേ. 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 4 ആണ്. ആൻഡ് 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു അതും 1 mod 4 ആണ്. സോ എ കോൺഗ്രുവൻറ്റ് ടു 1 mod 4 ആകുമ്പോൾ 1 mod 4 ആകുമ്പോൾ 7 റേസ് ടു എ എന്താവും? കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആവും അല്ലേ. 7 റേസ് ടു 1 ആകുമ്പോൾ ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആണ്. 7 റേസ് ടു 5 ആകുമ്പോഴും കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആണ്. സോ ഇവിടുത്തെ എ അതായത് 1 5 എക്സെട്ര അതെന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 mod 4 ആണ്. സോ 7 റേസ് ടു എ ഈ കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആവണമെങ്കിൽ എ എന്താവണം? കോൺഗ്രുവൻറ്റ് ടു 1 mod 4 ആവണം. ഇനി അതേപോലെ 9 7 റേസ് ടു എ 9 mod 10 ആവുന്നത് എപ്പോഴാണ്? 7 സ്ക്വയർ ആകുമ്പോൾ 9 ആണ്. 7 റേസ് ടു 6 ആകുമ്പോൾ 9 ആണ്. അതായത് എ 2 6 എന്ന് പറയുന്ന നമ്പേഴ്സാണ്. അതായത് ഇവിടെ എ എന്താണ്? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു മോഡ് 4ൽ എന്താണ്? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 4 2 6 അതൊക്കെ അല്ലേ വരുന്നത്. സോ ഇവിടെ എ കോൺഗ്രുവൻറ്റ് ടു 2 mod 4 ആകുമ്പോൾ 7 റേസ് ടു എ എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 9 mod 10. അടുത്തത് എന്താണ്? 3 വരുന്ന കേസ്. 7 ക്യൂബ് ആകുമ്പോൾ 3 mod 10 ആണ്. 7 റേസ് ടു 7 ആകുമ്പോൾ 3 ആണ്. സോ ഇവിടെ എ എന്താണ്? 3 7 എക്സെട്ര എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മോഡ് 4ൽ എന്താണ്? 3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 4 ആണ്. 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 4 ആണ്. സോ 7 റേസ് ടു എ കോൺഗ്രുവൻറ്റ് ടു 3 mod 10 ആവണമെങ്കിൽ എ എന്താവണം? കോൺഗ്രുവൻറ്റ് ടു 3 mod 8 ആണ്. സോ ഈ ഒരു പാറ്റേൺ ഇതാണ് എപ്പോഴും അതിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. 7ൻ്റെ പവേഴ്സിൽ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണിത്. നമുക്കിവിടെ എന്താ കണ്ടത്? ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അതായത് ഈ എൻ 1997 റേസ് ടു 1998 റേസ് ടു 1999 ആണ്. ദിസ് കോൺഗ്രുവൻറ്റ് ടു ഡാഷ് മോഡ് 10 ഇതിൻ്റെ വാല്യൂ മോഡ് 10ലുള്ള ഇതിൻ്റെ വാല്യൂ ആണ്. സോ നമ്മളിവിടെ കണ്ടു 1997 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആണ്. സോ 1997 ഈ ഒരു ഇത് നോക്കൂ 1997 കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആണ്. അതുകൊണ്ട് തന്നെ 1997 റേസ് ടു 1998 റേസ് ടു 1999 എന്ന് പറയുന്നതിന് നമുക്ക് എന്താണ് 7 ദാറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 7 റേസ് ടു 1998 റേസ് ടു 1999 ആവും അല്ലേ. കാരണം ഇവിടെ എ ആയിട്ട് നമുക്ക് എന്തെടുത്താൽ മതി? ഇവിടുത്തെ പവർ എൻ ആയിട്ട് 1998 റേസ് ടു 1999 എടുത്താൽ മതി. അതായത് നമ്മളെ റൂള് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു എൻ ആണെന്ന് പറയാമല്ലോ. അപ്പോൾ ഇവിടെ 1997 കോൺഗ്രുവൻറ്റ് ടു 7 mod 10 ആണ്. അതുകൊണ്ട് 1997 റേസ് ടു 1998 റേസ് ടു 1999 എന്താവും? കോൺഗ്രുവൻറ്റ് ടു 7 റേസ് ടു 1998 റേസ് ടു 1999 mod 10 ആവും. സോ ഈ 1997 റേസ് ടു ഇതിൻ്റെ വാല്യൂ മോഡ് 10ന് പകരം നമുക്ക് എന്ത് കണ്ടാൽ മതി? 7 റേസ് ടു 1998 റേസ് ടു 1999ൻ്റെ വാല്യൂ മോഡ് 10ൽ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് 7ൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി 1998ൻ്റെ കേസ് നോക്കാം. 1998 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 2 mod 4 ആണ് അല്ലേ. 1998 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 2 mod 4 ആണ്. കാരണം 1998 മൈനസ് 2 1996 ആണ്. ആൻഡ് 4 ഡിവൈഡ്സ് 1996. സോ 1998 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 4. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് നമുക്ക് എന്ത് എഴുതാം? 1998 റേസ് ടു എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 റേസ് ടു എൻ mod 4 എന്നെഴുതാം. ഓക്കെ. ഇനി ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുമ്പോൾ 1998 റേസ് ടു n എന്താവും? കോൺഗ്രുവൻറ്റ് ടു 0 mod 4 ആവും. എന്ന് കാരണം എന്താ? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പറഞ്ഞാൽ n ഇസ് ഈക്വൽ ടു 2 3 4 5 6 എക്സെട്ര ആ കേസാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന കേസിൽ n ഗ്രേറ്റർ ദാൻ ഓർ n 2 3 4 എക്സെട്ര ആവുന്ന കേസിൽ 2 റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താ? n ഈക്വൽ ടു 2 ആകുമ്പോൾ 2 റേസ് ടു n പറഞ്ഞാൽ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. അടുത്തത് എന്താണ്? 2 ക്യൂബ് 8.
അല്ലേ? ഇതൊക്കെ എന്താണ് 4ൻ്റെ മൾട്ടിപ്പിളാണ്. അടുത്തത് 2⁴ 16. അപ്പോൾ 4, 8, 16 എക്സെട്ര അങ്ങനെയാണ് അത് പോകുന്നത്. അതൊക്കെ എന്താണ് 4ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 2⁻n വാല്യൂ മോഡ് 4ൽ അപ്പോൾ എന്താവും 0 ആവും. ഓക്കെ, 2⁻n n greater than or equal to 2 ആവുമ്പോൾ 2⁻n എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. സോ 2⁻n വാല്യൂ മോഡ് 4 എന്താവും 0 ആവും. ഓക്കെ, സോ 1998 n greater than or equal to 2 ആവുമ്പോൾ 1998 കോൺഗ്രുവൻറ്റ് ടു 2⁻n അവിടെ എന്താണ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആണ്. സോ അതിന് പകരം നമുക്ക് ഇവിടെ 0 കൊടുക്കാം. സോ 1998 എന്താവും കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ എന്തായിരുന്നു 1998 ആണ് അല്ലേ? സോ ഇവിടെ 1999 എന്ന് പറയുന്നത് എന്താണ് ഗ്രേറ്റർ ദാൻ 2 ആണ് അല്ലേ? n greater than or equal to 2 ആകുമ്പോൾ 1998 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആവും. സോ 1999 എന്താണ് ഗ്രേറ്റർ ദാൻ 2 ആണ്. അതുകൊണ്ട് തന്നെ 1998 എന്താവും കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആവും. സോ നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 1997 ഫസ്റ്റ് നമ്മൾ കണ്ടു. 1997 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 ആണ്. ഓക്കെ, 1997 കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 ആണെങ്കിൽ 1997 എന്താവും കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 ആവും. ഓക്കെ, സോ ഇവിടെ നമ്മൾ 7⁻8 കേസ് വരുന്ന ഡിഫറെൻറ്റ് കേസസുകൾ പറഞ്ഞു. സോ ഇവിടെ 7 എന്താണ് 1998 സോ ഇവിടുത്തെ എ എന്താണ് 1998 ആണ്. ഇനി നമ്മൾ വേറെ ഒന്നുകൂടി കണ്ടു വെച്ചിരുന്നു. 1998 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം 7⁻1998 എന്താവും കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 10 ആവും. ഓക്കെ, ഇവിടുത്തെ എ നമ്മൾ പറഞ്ഞു 1998 ആണ്. ആൻഡ് എ എന്താണ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആണ്. എ കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആവുമ്പോൾ 7⁻a കോൺഗ്രുവൻറ്റ് ടു എന്താവുന്ന നമ്മൾ കണ്ടിരുന്നത് എ കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആകുമ്പോൾ 7⁻a എന്താവും കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 10 ആണ്. സോ അവിടുത്തെ എ 1998 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആണ്. അതുകൊണ്ട് 7⁻1998 എന്താവും കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 10 ആവും. അതാണ് ഇവിടെ കൊടുത്ത 7⁻1998 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 10. ഇനി n എന്ന് പറഞ്ഞാൽ എന്താണ് n ഈസ് 1997 ആണ്. ആൻഡ് ദിസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 7⁻1998 മോഡ് 10 ആണ്. ആൻഡ് ഇവിടെ 7⁻1998 മോഡ് 10ൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി 1 ആണെന്ന് കിട്ടി. സോ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ എഴുതാം 1997 വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 10 എന്ന് എഴുതാം. സോ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 10, അതായത് n-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് 11 × 14⁻n + 1 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇതെന്താണ് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ ക്യാപിറ്റൽ N ആയിട്ട് ഈ നമ്പറിനെ ചൂസ് ചെയ്തു. ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യും എന്ന് കാണിച്ചത്. 1ഉം ഈ നമ്പറും അല്ലാത്ത വേറൊരു ഫാക്ടറി ഈ നമ്പറിനെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് കാണിച്ചിട്ടുണ്ട്. വി വിൽ ഷോ ദാറ്റ് P ഡിവൈഡ്സ് N ഫോർ സം പ്രൈം P. നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഒരു പ്രൈം P എന്ത് ചെയ്യും ഈ n-നെ ഡിവൈഡ് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. സപ്പോസ് ദാറ്റ് ദിസ് n സ്മോൾ n ഈവൺ ആണ് എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി 14 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 3. ഈ കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്യൂ. 14 എന്താണ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 3. ഇത് ഓക്കെ ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാം 14⁻n കോൺഗ്രുവൻറ്റ് ടു -1⁻n മോഡ് 3 എന്നെഴുതാം. സോ 14⁻n ഈസ് കോൺഗ്രുവൻറ്റ് ടു -1⁻n. n ഈവൺ ആയതുകൊണ്ട് -1⁻n എന്താവും 1 ആവും. സോ 14⁻n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3 എന്ന് കിട്ടും. ഇനി ഈ വേറൊരു കോൺഗ്രുവൻസി 11 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 3 ആണ്. കാരണം 11 - 2 9 ആണ് ആൻഡ് 3 ഡിവൈഡ്സ് 9. സോ 11 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 3. നമ്മൾ n എന്തായിരുന്നു 11 × 14⁻n + 1 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ നമ്മൾ മോഡ് 3ൽ കാണാണ്. 11 നോക്കൂ, ഇവിടെ 11 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 3 ആണ്. സോ മോഡ് 3ൽ നമുക്ക് 11 എന്താ എഴുതാം 2 എന്ന് എഴുതാം.
2 ഇൻറ്റു 14 റേസ് ടു എൻ. 14 റേസ് ടു എൻ മോഡ് 3യിൽ എന്താണ് 1 ആണ്. 14 റേസ് ടു എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3. സോ മോഡ് 3യിൽ 14 റേസ് ടു എന്നിൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. സോ മോഡ് 3യിൽ ഇവിടെ മോഡ് 3 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 14 റേസ് ടു എന്നിന് പകരം എന്തെഴുതാം 1 എഴുതാം. സോ 2 ഇൻറ്റു 1 പ്ലസ് ഈ 1 അതിങ്ങനെ തന്നെ എഴുതി 1. സോ 2 ഇൻറ്റു 1 പ്ലസ് 1 ദാറ്റ് ഈസ് 3 മോഡ് 3. മോഡ് 3യിൽ 3യുടെ വാല്യൂ എന്താണ് 0 അല്ലേ. സോ 0 മോഡ് 3 n is congruent to 0 മോഡ് 3 എന്ന് കിട്ടി. അതായത് 3 ഡിവൈഡ്സ് n. സോ സ്മോൾ n ഈ n ഈവൺ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ n 11 ഇൻറ്റു 14 റേസ് ടു n പ്ലസ് 1 എന്ന് പറയുന്ന ഈ n-നെ 3 എന്ന് പറയുന്ന നമ്പർ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കിട്ടി. സോ n ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. നമ്മൾ സ്മോൾ n ഓഡാണ് എന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മോഡ് 5ലാണ് കൺസിഡർ ചെയ്യുന്നത്. 14 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 5. സോ 14 മൈനസ് -1 ദാറ്റ് ഈസ് 14 പ്ലസ് 1 15 ആണ്. ആൻഡ് 5 ഡിവൈഡ്സ് 15. സോ 14 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 5. ആൻഡ് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 14 റേസ് ടു n ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 റേസ് ടു n മോഡ് 5. ദാറ്റ് ഈസ് 14 റേസ് ടു n ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 റേസ് ടു n. ഇവിടെ n എന്താണ് ഓഡാണ്. സോ -1 റേസ് ടു n ഈസ് -1. സോ 14 റേസ് ടു n ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 5 എന്ന് കിട്ടും. ഇനി 11ൻ്റെ കേസ് കൺസിഡർ ചെയ്ത് നോക്കൂ. 11 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5 ആണ്. 11 മൈനസ് 1 10 ആവും. സോ 11 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5. സോ നമ്മളെ നമ്പർ n എന്തായിരുന്നു 11 ഇൻറ്റു 14 റേസ് ടു n പ്ലസ് 1 ആണ്. സോ മോഡ് 5ൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം, 11 എന്താണ് മോഡ് 5ൽ 1 ആണ്. സോ 11ന് പകരം 1 കൊടുക്കാം ഇൻറ്റു 14 റേസ് ടു n. 14 റേസ് ടു എന്നിൻ്റെ വാല്യൂ മോഡ് 5ൽ എന്താണ് -1 ആണ്. സോ 1 ഇൻറ്റു -1 പ്ലസ് ഇവിടെയുള്ള ഓൾറെഡി ഉള്ള 1 പ്ലസ് 1. സോ 1 ഇൻറ്റു -1 -1 പ്ലസ് 1 എന്താവും 0 കിട്ടും. സോ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 5 എന്ന് കിട്ടും. n ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 5, അതായത് 5 ഡിവൈഡ്സ് n. സോ ഇൻ ബോത്ത് കേസസ് അപ്പോൾ ഇവിടെ എന്താണ് n സ്മോൾ n ഓടാകുമ്പോഴും എന്താണ് ഒരു 5 എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്യാപിറ്റൽ n-നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ബോത്ത് കേസസ് ക്യാപിറ്റൽ n ഈസ് കോമ്പോസിറ്റ്, അതായത് 11 ഇൻറ്റു 14 റേസ് ടു n പ്ലസ് 1 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. Next question, find the remainder when n square plus n plus 41 whole square is divided by 12. ഓക്കെ, സോ n സ്ക്വയർ പ്ലസ് n പ്ലസ് 41 ഹോൾ സ്ക്വയറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിസൾട്ട് ഓർത്ത് വെക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ 12. ഓക്കെ, 4 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ഡിവിസിബിൾ ബൈ 12. അതെപ്പോഴും എന്താണ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. n-1 n പ്ലസ് 1 n പ്ലസ് 2. അതിൻ്റെ പ്രൊഡക്റ്റ് n-1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 അതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 12. ഡിവിസിബിൾ ബൈ 12 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 12. ഓക്കെ, സോ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് എന്താണ് n സ്ക്വയർ പ്ലസ് n പ്ലസ് 41 ഹോൾ സ്ക്വയറിൻ്റെ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 12 ആണ് കണ്ടത്. സോ ഇതിൻ്റെ വാല്യൂ n സ്ക്വയർ പ്ലസ് n പ്ലസ് 41 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ മോഡ് 12ൽ എന്താണെന്ന് കാണണം. അപ്പോൾ n സ്ക്വയർ പ്ലസ് n പ്ലസ് 41 ഹോൾ സ്ക്വയർ അതെന്താണ് കോൺഗ്രുവൻറ്റ് ടു n സ്ക്വയർ പ്ലസ് n പ്ലസ് 5 ഹോൾ സ്ക്വയർ മോഡ് 12 ആവും. കാരണം എന്താണ്, n സ്ക്വയർ പ്ലസ് n അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. 41നെ നമ്മൾ മോഡ് 12ലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 41ൻ്റെ വാല്യൂ ഇൻ മോഡ് 12 എന്താവും 5. അതായത് 41നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എന്താണ് 5 ആണ്. സോ 45നെ നമുക്ക് ആ റിമൈൻഡർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. കാരണം 41ൻ്റെ വാല്യൂ മോഡ് 12ൽ എന്താവും, അതിൻ്റെ 41നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്. സോ 41നെ മാറ്റി 5 ആക്കി. n സ്ക്വയർ പ്ലസ് n പ്ലസ് 5 ഹോൾ സ്ക്വയർ മോഡ് 12. ഇനി ഇതിനെന്താ ചെയ്യുക, a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഇതിൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്താണ്, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2ac പ്ലസ് 2bc. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. സോ എന്താ കിട്ടാം, n raised to 4 plus n square plus 5 square that is 25 plus 2 into n square into n plus 2 into n square into 5 plus 2 into n into 5 mod 12 എന്ന് കിട്ടും. അതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ n raised to 4 plus n square plus 25 പ്ലസ് ഇതെന്താണ് 2n ക്യൂബ് പ്ലസ് 10n സ്ക്വയർ പ്ലസ് 10n mod 12 എന്ന് എഴുതാം. ഓക്കെ, ഇനി
ഇനി ഇവിടെ n റേസ് ടു 4 തന്നെ അതേപോലെ എടുത്തെഴുതി 2n ക്യൂബ് ഇവിടെ ഉണ്ട് n സ്ക്വയർ പ്ലസ് 10n സ്ക്വയർ 11n സ്ക്വയർ ആക്കി 10n പ്ലസ് 25 മോഡ് 12. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ n റേസ് ടു 4 അതേപോലെ തന്നെ n ക്യൂബ് അതേപോലെ തന്നെ 11n സ്ക്വയർ മോഡ് 12. അവിടെ 11ൻ്റെ വാല്യൂ മോഡ് 12 എന്താണ് 11നെ നമുക്ക് മോഡ് 12 എങ്ങനെ എഴുതാം 11 മോഡ് 12. ഓക്കെ, സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം 11 മൈനസ് 12 ദാറ്റ് ഈസ് -1 മോഡ് 12 എന്നെഴുതാം. സോ 11ന് പകരം നമുക്ക് എന്താ -1 ഇൻറ്റു n സ്ക്വയർ എന്ന് വരും. 11ന് -1 ഇൻറ്റു n സ്ക്വയർ, സോ -n സ്ക്വയർ. ഇനി 10 മോഡ് 12 ആണ്. സോ 10ന് നമുക്ക് എങ്ങനെ എഴുതാം 10 മൈനസ് 12 ദാറ്റ് ഈസ് -2. സോ 10n എന്താവും -2n കിട്ടും പ്ലസ് 25ൻ്റെ വാല്യൂ എന്താണ് മോഡ് 12 ദാറ്റ് ഈസ് 25നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ദാറ്റ് ഈസ് 1. സോ 25നെ 1 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ മോഡ് 12 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് ഇവിടം വരെയുള്ള ടേമിൽ എന്താണ് n വരുന്നുണ്ട് അല്ലേ. സോ n-നെ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എന്താ അവിടെ ഉള്ളത് n ക്യൂബ് പ്ലസ് 2n സ്ക്വയർ മൈനസ് n മൈനസ് 2 ഈ ടേം പ്ലസ് 1 മോഡ് 12. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ n ഇൻറ്റു ഇനി ഇതിൽ നിന്ന് രണ്ടൊന്നും നമുക്ക് n സ്ക്വയറിന് പുറത്തേക്ക് എടുക്കാം. സോ n സ്ക്വയറിന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ n ഉണ്ടാവും n പ്ലസ് 2 മൈനസ് ഇതിൽ രണ്ടിലും -n -2 ആണ്. സോ മൈനസ് പുറത്തേക്ക് എടുത്താൽ -n പ്ലസ് 2 മൈനസ് ഇൻറ്റു n പ്ലസ് 2 പ്ലസ് 1 മോഡ് 12 എന്നെഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ n ഇൻറ്റു ഇവിടെ വീണ്ടും ഇവിടെ n പ്ലസ് 2 ഈ രണ്ട് ടേമും ഈ ഒരു ടേം ഇത് വേറൊരു ടേമായിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ n പ്ലസ് 2 ഇവിടെ n പ്ലസ് 2 ഉണ്ട്. സോ n പ്ലസ് 2നെ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക n സ്ക്വയർ ഉണ്ടാവും. സോ n സ്ക്വയർ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക n പ്ലസ് 2ന് എടുത്താൽ -1. സോ n പ്ലസ് 2 ഇൻറ്റു n സ്ക്വയർ -1 ബാക്കി ഇവിടെ പുറത്തുള്ള പ്ലസ് 1 മോഡ് 12. ഇനി ഇപ്പോൾ ഇതിനെന്ത് എഴുതാം n ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു n സ്ക്വയർ -1 പ്ലസ് 1 മോഡ് 12 എന്നെഴുതാം. സോ n ഇൻറ്റു n സ്ക്വയർ -1ന് നമുക്ക് എങ്ങനെ എഴുതാം n -1 ഇൻറ്റു n പ്ലസ് 1 എന്നെഴുതാം. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി. അത് വെച്ചിട്ട് n -1 ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതി. പിന്നെയുള്ള n പ്ലസ് 2 അത് അങ്ങനെ തന്നെ ഇവിടെ എഴുതി. പ്ലസ് ഈ 1 പ്ലസ് 1 മോഡ് 12. ഇനി ഇതെന്താണ് n ഇൻറ്റു n -1 ഇൻറ്റു n പ്ലസ് 1 അതായത് n -1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ആൻഡ് മോഡ് 12. സോ നമ്മൾ നേരത്തെ പറഞ്ഞു 4 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് ആൾവേസ് ഡിവിസിബിൾ ബൈ 12 ആണ്. സോ നമ്മൾ അവിടെ എഴുതി വെച്ചിരുന്നു n -1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 12 ആണ്. സോ അത് വെച്ചിട്ട് ഇതിന് കംപ്ലീറ്റ് നമുക്ക് 0 എന്ന് എഴുതാം. മോഡ് 12 ഇതിൻ്റെ വാല്യൂ എന്താണ് 0 ആണ്. സോ 0 പ്ലസ് 1 ഓൾറെഡി അവിടെ ഉണ്ട് മോഡ് 12 ദാറ്റ് ഈസ് 1 മോഡ് 12. സോ നമുക്ക് എന്താ കിട്ടിയത് n സ്ക്വയർ പ്ലസ് n പ്ലസ് 41 ഹോൾ സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 12 എന്ന് കിട്ടി. അതായത് ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് f5 ഈക്വൽ ടു 2 × 5 പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 641. ഓക്കെ, നമ്മൾ ഫിഫ്ത്ത് ഫെർമാറ്റ് നമ്പർ 2 × 5 പ്ലസ് 1 f5 എന്താണ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 641 ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം 640 എന്താണ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് അപ്പോൾ ഇവിടെ f5 എന്താണ് 2 × 5 പ്ലസ് 1 ഇത് ഡിവിസിബിൾ ബൈ 641 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കാണിക്കേണ്ടത് ഇതെന്താണ് ദിസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 641 ആണ് എന്നാണ് കാണിക്കേണ്ടത് അല്ലേ. ഓക്കെ, അതായത് ദിസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 641 ആണെന്ന് കാണിക്കുന്നത്. ഇനി നമ്മൾ 640 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്തു. 640 എന്താണ് ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 641 ആണ് അല്ലേ. കാരണം 640 ഈ -1 ഇങ്ങോട്ട് വന്നാൽ a മൈനസ് ബി എന്നാണ് പറയുക അല്ലേ. സോ 640 മൈനസ് -1 ദാറ്റ് ഈസ് 641 എന്ന് കിട്ടും. സോ 641 എന്ത് ചെയ്യും 641നെ ഡിവൈഡ് ചെയ്യും. സോ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും 640 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 641 എന്നെഴുതാം. ഓക്കെ, ഇനി 640 എന്ന് പറയുന്ന നമ്പർ എന്താണ് അത് നമുക്ക് കണ്ടാൽ അറിയാം അതൊരു കോമ്പോസിറ്റ് നമ്പറാണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യും ഈ 640നെ എന്ത് ചെയ്യാം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അതിനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതാൻ പറ്റും. സോ നമുക്കതിനെ 640നെ അങ്ങനെ
പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. സോ 640നെ പ്രൈം ഫാക്ടറൈസേഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക 2⁻7 × 5 എന്ന് എഴുതാം. സോ 640 എന്താണ് 2⁻7 × 5 ആണ്. ആൻഡ് 640 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 641 ആണ്. സോ 2⁻7 × 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 641 എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ ഇവിടെ നമുക്കറിയാം എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ a⁻n കോൺഗ്രുവൻറ്റ് ടു b⁻n മോഡ് എം. സോ 2⁻7 × 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 641 ആണെങ്കിൽ 2⁻7 × 5 ഹോൾ⁻4 എന്താവും കോൺഗ്രുവൻറ്റ് ടു -1⁻4 മോഡ് 641 ആവും. ഓക്കെ, സോ ആ ഇതിൽ 2⁻7 × 5 ഹോൾ⁻4. സോ ഇതിനെ എങ്ങനെ എഴുതാം 2⁻7 × 4 ദാറ്റ് ഈസ് 2⁻28 × 5⁻4 that is congruent to -1⁻4. -1⁻4 എന്താണ് 1, ദാറ്റ് സോ 1 മോഡ് 641 എന്നെഴുതാം. ഇനി 5⁻4 എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 625 ആണ്. ആൻഡ് നമ്മൾ 641ൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 625 ഈസ് കോൺഗ്രുവൻറ്റ് ടു -16 മോഡ് 641 ആണ്. ഓക്കെ, സോ 5⁻4 എന്താണ് 625 ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ് -640 മോഡ് 641ൽ അതിൻ്റെ വാല്യൂ -16 ആണ്. സോ -16നെ നമുക്ക് എങ്ങനെ എഴുതാം -2⁻4 എന്നെഴുതാം. -16നെ -2⁻4 എന്നെഴുതാം. സോ 5⁻4 എന്താണ് കോൺഗ്രുവൻറ്റ് ടു -2⁻4 മോഡ് 641 എന്നെഴുതാം. നമുക്കിവിടെ കിട്ടി 5⁻4 എന്താണ് കോൺഗ്രുവൻറ്റ് ടു -2⁻4 മോഡ് 641 ആണ്. അതെന്ത് ചെയ്യുക നമ്മൾ ഈ കോൺഗ്രുവൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5⁻4ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം അവിടെ -2⁻4 കൊടുക്കാം, കാരണം രണ്ടും എന്താണ് മോഡ് 641ലാണ്. സോ 5⁻4ന് പകരം അവിടെ -2⁻4, ബാക്കി എന്തുണ്ട് 2⁻28 ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 641. ഇനി ഇതിനെ മൈനസിന് പുറത്ത് വെച്ചു 2⁻4 2⁻28 അല്ലേ. സോ 2⁻4 × 2⁻28നെ എങ്ങനെ എഴുതാം 2⁻28 + 4 ദാറ്റ് ഈസ് 32. സോ -2⁻32 ആണ് ഇവിടെ കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 641 അല്ലേ. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ മൈനസിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. സോ -2⁻32 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 641നെ 2⁻32 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 641 എന്നെഴുതാം. അതായത് 2⁻32 + 1 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ്. ഈ -1നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്താ വരെ 2⁻32 + 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 641. അതായത് 641 എന്താണ് ഡിവൈഡ്സ് 2⁻32 + 1. ഓക്കെ, സോ 2⁻32 എന്താണ് 2⁻2⁵. 2⁵ അല്ലേ 32. സോ 2⁻2⁵ + 1 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 641. അതായത് ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 641. സോ 641 ഡിവൈഡ്സ് ദിസ് നമ്പർ.